ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ജ്യൂസി ഫീലിംഗ് ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് ഫ്രൈ ചെയ്ത് മാത്രമല്ല, പിന്നെ ചെമ്മീൻ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതുകൂടി ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിന്ന് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഓർത്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു ആവറേജ് വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ തലയുടെ തുമ്പ് വശം ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ തലയുടെ താഴെയുള്ള അതിൻ്റെ കാലുകളൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് തല ഇതിൻ്റെ മാംസത്തിൽ നിന്ന് വിടിയിച്ചെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ തല വെട്ടി മാറ്റേണ്ടത് കളയരുത്. അത് വളരെ ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ ചേനയുടെ കൂടെയോ കൂർക്കയുടെ കൂടെയോ അതല്ലെങ്കിൽ കായയുടെ കൂടെയൊക്കെ ഇട്ട് ഒലത്താൻ നല്ലതാണ്. പിന്നെ ഇത് വറുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ തല മുഴുവൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വഴുവഴുപ്പൊക്കെ മാറി നല്ല വെള്ള കളറായിട്ട് കിട്ടും. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വശം കൂടി ഒന്ന് കിള്ളിയെടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് 2 പീസ് വെറുതെ ഇങ്ങനെ കിള്ളി മാറ്റുക. പിന്നെ വാൽവശം പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെമ്മീൻ്റെ ആ തൊലി കയറിപ്പോരും. കണ്ടല്ലേ, മുകളിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കുക. പിന്നെ ആ വാൽവശം പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ ഉണ്ടോ, വാലിൻ്റെ താഴെ കണ്ടതും പതുക്കെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ആ തോട് ഇങ്ങനെ പറഞ്ഞിങ്ങ് വരും. ഇനി ഇതിൻ്റെ മേൽവശം കുറച്ചൊന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടോ, ഇതേപോലെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലാക്ക് അതിൻ്റെ കുടലാണ്, അത് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, ഇത് അഴുക്കാണ്, അത് നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല. പിന്നെ മുകളിൽ നിന്ന് നമുക്കിതിങ്ങനെ ഇതുപോലത്തെ പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. പക്ഷെ എല്ലാത്തിൻ്റെ ഈ കുടൽ മുകൾ വശത്തേക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുകൾ വശം പതുക്കെ ഒന്ന് വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ കുടൽ എടുത്ത് മാറ്റാൻ പറ്റും. മോൾ വശം ഇതുപോലെ പതുക്കെ തോടൊന്നും ഇങ്ങനെ കളഞ്ഞ് താഴെ വാൽവശം ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കാം. ഇപ്പോൾ വേഗം അങ്ങോട്ട് പോരും. പെട്ടെന്ന് ചെമ്മീൻ കിള്ളിയെടുക്കാൻ പറ്റും നമുക്ക്. അത് ഫ്രഷ് ചെമ്മീനാണെങ്കിൽ നമുക്ക് ഈ തോടിങ്ങ് വിട്ടു പോരാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫ്രീസറിലേക്ക് 1 മണിക്കൂർ വെച്ചിട്ട് കിള്ളിയെടുക്കുക. അപ്പോൾ ആ തോടൊക്കെ പെട്ടെന്ന് പോരും. അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെമ്മീനിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തോട് കിള്ളിയെടുക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് പോരും. ഫ്രഷ് ചെമ്മീൻ പറിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ആ മാംസമൊക്കെ ആ തോടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. വേഗം തന്നെ നമുക്ക് കിള്ളിയെടുക്കാം. ഇപ്പം എല്ലാം കിള്ളിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും മൺചട്ടിയിലോ അതല്ലെങ്കിൽ സാധാരണ ഇത്തിരി വലുപ്പമുള്ള ചട്ടിയിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അപ്പം ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് കൈ വെച്ചൊന്ന് വഴറ്റി അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ കളഞ്ഞെടുക്കണം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യം ഇത് വെള്ളമൊഴിച്ച് വീണ്ടും കഴുകിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ക്ലീനായി നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഈ ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ
അര സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, 1/2 സ്പൂൺ മതി. എന്നിട്ട് ശരിക്കും എല്ലാം കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശരിക്കും കുരുമുളകിൻ്റെ എരിവ് മാത്രമേ നിൽക്കണുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത്. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും വേപ്പിലയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇനിയും സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാനിപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തനിയെ അതിലത്തെ വെള്ളം തന്നെ വാങ്ങാം, ആ വെള്ളത്തിൽ കിടന്ന് ചെമ്മീൻ വെന്തോളും. ഇനി അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഒരു പാനിലേക്ക് ഒഴിക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ അതിലേക്ക് ഓരോന്നോരോന്നായി നിരത്തി കൊടുക്കാം. കൂട്ടിയിട്ട് ഇളക്കി വറക്കരുത്, കാരണം അതിൻ്റെ ആ മസാലയൊക്കെ അതിന് മേലെ നിന്ന് മാറും. അതുകൊണ്ട് നമ്മൾ നിരത്തിയിട്ട് കൊടുത്ത് തന്നെ വറുത്തെടുക്കുക. ഇതിപ്പോൾ സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് നമുക്കതിന് കോരിയെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേവിച്ചെടുത്ത ചെമ്മീനാണ്. അപ്പോൾ അതിൻ്റെ ആ മൂൾവശം മാത്രമേ നമ്മൾ ശരിക്കും മൊരിച്ചെടുക്കുന്നുള്ളൂ. ഉൾവശം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മരം പോലെ ഇരിക്കും ചെമ്മീൻ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ മൂൾവശം നല്ല ക്രിസ്പി, ഉൾവശം നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അത് നമ്മൾ പുഴുങ്ങി ഇതുപോലെ ആദ്യം മസാല ചേർത്ത് പുഴുങ്ങിയിട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അല്ലാതെ നമ്മൾ മസാല ചേർത്ത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ചെമ്മീൻ്റെ ഉൾവശം ജ്യൂസി ആയിട്ടിരിക്കില്ല, ഇങ്ങനെ മരകഷ്ണം പോലെ ഇരിക്കുകയുള്ളൂ. അപ്പം അടുത്തും കൂടി നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇപ്പം എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ ചെമ്മീൻ വറുത്ത ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് നമ്മൾ വറുത്ത ചെമ്മീൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീന് മേലെ കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞെടുത്ത് കഴിച്ചാലുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. ഇങ്ങനെ നല്ല കടിക്കുമ്പോൾ നല്ല മുകൾവശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ കമൻസും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് ഇതേപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.